പത്തനംതിട്ട അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ റിസൾട്ട് അറിയാനായിട്ട് കാത്തിരിക്കുകയാണ് നയനയും നമ്മുടെ ഡേവിഡും അബിയും എല്ലാവരും. അങ്ങനെ നമ്മുടെ നയനയെയും അനിയെയും ഷോക്കാക്കിക്കൊണ്ട് അവർ പറയുന്നൊരു കാര്യം, ആഞ്ചലറി വരച്ച ഡിസൈന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ്. അത് എല്ലാ പുറം നാടുകളിലും ഒക്കെ നമ്മൾ കണ്ടുവരുന്ന വ്യത്യസ്ത രീതിയിലുള്ള ഡിസൈൻ തന്നെയാണ് വരച്ചിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഞെട്ടിച്ചൊരു കാര്യം അതല്ല, നയന വരച്ച ചിത്രം തന്നെയാണ്. കാരണം അതിൽ ദൈവത്തിൻ്റെ ഇതും പിന്നെ ഫാഷനായിട്ട് ഇഷ്ടപ്പെടുന്നവർക്കും നാടനായിട്ട് ഇഷ്ടപ്പെടുന്നവർക്കും രണ്ട് രീതിയിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ തന്നെയാണ് വരച്ചിരിക്കുന്നത്. ഇത് ജ്വല്ലറിയായി വരുന്ന സമയത്ത് അതിഗംഭീരമായിരിക്കും. രണ്ട് രീതിയിലുള്ള ആളുകളെയും ആകർഷിക്കുന്ന രീതിയിലുള്ളൊരു ചിത്രം ഒറ്റ ഡിസൈനിൽ വരച്ചിരിക്കുകയാണ് നയന എന്നുള്ളൊരു സത്യം തുറന്നു പറയുകയാണ്. ഇത് കേട്ടപ്പോൾ നമ്മുടെ അനിയും നയനയും ആകെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ അബിയും ഡേവിഡും ആകട്ടെ തോറ്റ ആ ഒരു ഇത് അംഗീകരിക്കാതാവാതെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. ആ ഒരു സമയത്ത് മാളവിക നയനയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പുഞ്ചിരിക്കുകയും കൈനോട് തംസപ്പ് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഡേവിഡിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ഇവളെന്തിനാണ് അവരോടിത് കാണിക്കുന്നത്? അപ്പോൾ എല്ലാവരും ഒത്തുള്ള കളിയാണല്ലോ, ഞങ്ങളെ ഇവൾ ചതിക്കുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് ഡേവിഡ് ഇക്കാര്യത്തെക്കുറിച്ച് നാഗേന്ദ്രനോട് പറയുകയും അവളെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയുമാണ്. അങ്ങനെ മാളവികയെ ഡേവിഡ് മറ്റൊരു സ്ഥലത്തേക്ക് തട്ടിക്കൊണ്ടു പോവുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ആദർശനോട് തന്നെ കൊണ്ടുപോകുന്ന വിവരം മെസ്സേജായിട്ട് ഡേവിഡ് കാണാതെ അയക്കുന്നുണ്ടായിരുന്നു. മാളവിക അയക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു അപകടത്തെക്കുറിച്ച് ആദർശ് തിരിച്ചറിയുകയും അങ്ങോട്ട് ആദർശ് പുറപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ നാഗേന്ദ്രൻ മാളവികയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അങ്ങനെ മാളവികയ്ക്ക് മനസ്സിലാവുകയാണ്, ഇതാണ് നമ്മൾ അന്വേഷിക്കുന്ന ആദർശൻ അന്വേഷിക്കുന്ന ആ ഒരു കിങ് കോബ്ര എന്ന് പറയുന്ന ആൾ. എത്രയും പെട്ടെന്ന് ആദർശനെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇയാളെ പൊക്കാമായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നാഗേന്ദ്രൻ നേരിട്ട് വന്നിട്ട് മാളവികയെ ചോദ്യം ചെയ്യുകയും, നീ എന്താ കരുതിയത് എല്ലാ കാലവും ഒളിച്ചിരിക്കാമെന്നോ? നിന്നെക്കുറിച്ചിട്ടുള്ള നമ്മുടെ കമ്പനിയിൽ നിന്ന് നമ്മളെ ഒറ്റുന്ന ശത്രു ആരാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ആ ഒരു ഇതിൽ തന്നെയായിരുന്നു, അന്വേഷണത്തിലായിരുന്നു ഞങ്ങൾ. എന്തായാലും ഞങ്ങളുടെ മുന്നിൽ തന്നെ നീ പെട്ടല്ലോ. നീ സിംഹത്തിൻ്റെ കൂട്ടിലാണ് അകപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ചിന്ത പോലും നിനക്കില്ലല്ലോ കുട്ടി. നിനക്കെന്താ ജീവിക്കാനുള്ള കൊതി തീർന്നോ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ട് മാളവികയെ ചോദ്യം ചെയ്ത് വിരട്ടുക.